നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 24, ടോട്ടൽ റീകോൾ. ടെർമിനേറ്റർ 3യുടെ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് USA-യിലെത്തിയ അർണോൾഡ് ഗവർണർ ഇലക്ഷനെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫിലിം ഏജന്റിനോടാണ്. ശക്തമായൊരു എതിർപ്പായിരുന്നു ഫലം. കാരണം ഒരു വർഷം 2 സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് മിനിമം $2 കോടി പ്രതിഫലം. അതായത് ഗവർണറായിരിക്കുന്ന ഓരോ വർഷവും മിനിമം $4 കോടി നഷ്ടം. അർണോൾഡ് പറഞ്ഞു, തൽക്കാലം പൈസയൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ, കുറച്ചു കാലം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം. ഒരു ദിവസം രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മെറിയോട് കാര്യമൊന്നുമെല്ലാം അവതരിപ്പിച്ചു. ഡേവിസിനെ റീകോൾ ചെയ്യും എന്നുള്ള തീരുമാനമായല്ലോ. മെറിയ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, അതോ പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. താങ്കൾ റീകോൾ ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് പല സ്ഥലത്തുനിന്നും ഓരോ അഭ്യൂഹം. എൻ്റെ അടുത്ത് പറഞ്ഞവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു അവർക്ക് വട്ടാണെന്ന്. എന്നോടൊന്നും ഇങ്ങനെ പരിങ്ങി. അതല്ല, ഞാൻ മത്സരിച്ചാലോ എന്ന് ഒന്ന് ആലോചിക്കുകയാണ്. മെറിയ വീണ്ടും പറഞ്ഞു, തമാശ പറയാ? അല്ല, സീരിയസ് ആണ്. പക്ഷെ പിന്നീടുണ്ടായ സംഭവങ്ങൾ അത്ര രസകരമായിരുന്നില്ല. മെറിയ കരയാൻ തുടങ്ങി. കാരണം രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് മെറിയ. മെറിയയുടെ മുത്തച്ഛൻ ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ വെടിയേറ്റ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോബർട്ട് എഫ് കെന്നഡിയും അത് തന്നെയായിരുന്നു അവസ്ഥ. അതുകൂടാതെ പലതവണ മുത്തച്ഛന്മാരും അമ്മാവന്മാരും ഒക്കെ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ഈ തോൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പരിഹാസം, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മെറിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അർണോൾഡ് ഇലക്ഷന് മത്സരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല മെറിയയ്ക്ക്. മറ്റൊരു തോൽവി നേരിടാൻ വയ്യ, കൂടുതൽ പരിഹാസങ്ങൾ നേരിടാൻ വയ്യ എന്നൊരു സ്റ്റാൻഡ്. ഏകദേശം 1980 മിസ്റ്റർ ഒളിമ്പിയയിൽ ഒരു കംബാക്ക് നടത്തിയപ്പോൾ മെറിയയുടെ റെസ്പോൺസ് എന്തായിരുന്നോ അത് തന്നെയായിരുന്നു ഗവർണർ ഇലക്ഷൻ്റെ കാര്യത്തിൽ. അങ്ങനെ അവർ കുറേ നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവസാനം അർണോൾഡ് പറഞ്ഞു, ശരി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല. നീയും കുട്ടികളും കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ. പക്ഷേ മെറിയയോട് പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ജെ ലെനോ എന്ന TV ആങ്കറോട് വിവരം പറഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന ഒരു TV ഷോയിൽ അർണോൾഡിനെ അവതരിപ്പിക്കാൻ ജെ ലെനോ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാളും എന്നൊക്കെ സമ്മതിച്ചെന്നാണ്. ആ വിവരത്തിന് നേരം മെറിയയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഇനി ഞാൻ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് ആ TV ഷോയ്ക്ക് പ്രസക്തി ഇല്ലാതായി. പക്ഷേ അടുത്ത ദിവസം വൈകുന്നേരത്തോടെ സംഗതികളാകെ മാറി. മെറിയ വിവരം മെറിയയുടെ അച്ഛനെ അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു. രണ്ടാളും മെറിയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞു. അർണോൾഡിന് അത്തരം ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭാര്യ എന്നുള്ളത് എനിക്ക് നിന്റെ കടമ, അല്ലാതെ അത് എതിർക്കുകയല്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം. അങ്ങനെ വളരെ നേരത്തെ തർക്കങ്ങൾക്ക് ശേഷം മെറിയ കീഴടങ്ങി. അന്ന് രാത്രി അർണോൾഡിനോട് പറഞ്ഞു, അല്ല, അച്ഛനും അമ്മയൊക്കെ താങ്കൾ മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. അർണോൾഡ് പറഞ്ഞു, അല്ല, എനിക്ക് നിന്റെ അഭിപ്രായമാണ് വലുത്. ആ ഒരു അവസ്ഥയിൽ പിന്നെ ഞാൻ എതിർക്കുന്നതിൽ അർത്ഥമില്ല. അന്ന് രാവിലെ തന്നെ വീട്ടിൽ വേറൊരു സംഭവം നടന്നിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ മെറിയ കുട്ടികളോടായിട്ട് പറഞ്ഞു, ഡാഡിക്ക് താങ്ക്സ് പറയൂ ഗവർണർ ഇലക്ഷന് മത്സരിക്കാത്തതിന്. എപ്പോഴാണ് കുട്ടികൾ ഈ കാര്യം അറിയുന്നത്? മക്കൾ 4 ഉണ്ടല്ലോ, അഭിപ്രായം 4 ആയിരിക്കുമല്ലോ. മൂത്ത മോള് പറഞ്ഞു, താങ്ക് യു ഡാഡി എന്ന് പറയുമ്പോഴേക്കും രണ്ടാമത്തെ മോള് ചോദിച്ചു, അല്ലപ്പോൾ അച്ഛൻ ഗവർണറായിട്ട് മത്സരിച്ച എന്താ കുഴപ്പം എന്നുള്ള രീതിയിലൊരു സംസാരമൊക്കെ അവിടെ നടന്നിരുന്നു. എന്തായാലും അവസാനം മെറിയ കീഴടങ്ങി. അർണോൾഡ് ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അതോടെ മെറിയ അർണോൾഡിന് ഫുൾ സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നു. അതുവരെയുള്ള രാഷ്ട്രീയ പാരമ്പര്യമെല്ലാം മറന്ന് അർണോൾഡിന് വേണ്ടി ഉള്ള സഹായങ്ങൾ ചെയ്യാനും അത്യാവശ്യം പ്രചാരണം നടത്താനും ഒക്കെ മെറിയയും തയ്യാറാണ്. ഇതിനിടയിൽ ട്വിൻസിൻ്റെ സഹനടൻ ഡാനി ഡിവിറ്റോ ട്വിൻസ് 2 എന്നുള്ള ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. അതിൻ്റെ കഥയും
അതുപോലെ സംവിധാനവും എല്ലാം അദ്ദേഹം തന്നെ നിർവഹിക്കുന്നു. അർണോൾഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു എന്നുള്ള രീതിയിലൊരു പ്രപ്പോസല്. പക്ഷേ ഗവർണർ ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അത് നടന്നില്ല. അവസാനം നോമിനേഷൻ കൊടുത്തു. അടുത്ത ദിവസം തന്നെ മറിയ ചോദിച്ചു, എവിടെയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഓഫീസ്? അർണോൾഡ് പറഞ്ഞു, എൻ്റെ ഓഫീസ് റൂമിൽ തന്നെ ആവാം, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. താങ്കളുടെ ഓഫീസ് റൂം അങ്ങ് 3rd ഫ്ലോറിലല്ലേ? അത് അർണോൾഡിൻ്റെ തന്നെ സ്വന്തം ഷോപ്പിംഗ് കോംപ്ലക്സിലെ 3rd ഫ്ലോറിലെ റൂമിലാണ് സിനിമാ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉള്ളത്. അവിടെ വെച്ചൊന്നും ഇത് ശരിയാവില്ല. ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എപ്പോഴും വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. അതുകൊണ്ട് അത് ഗ്രൗണ്ട് ഫ്ലോറിൽ വേണം. സ്വന്തം കോംപ്ലക്സിൽ ഗ്രൗണ്ട് ഫ്ലോറൊന്നും ഒഴിവില്ല. അങ്ങനെ മറ്റൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ റൂം തൽക്കാലം വാടകയ്ക്കെടുത്തു. അവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. പ്രചാരണം ആരംഭിച്ചു. ഒപ്പം അഭിപ്രായ സർവേകളും. നേരത്തെ തോമസ് യങ് പറഞ്ഞതുപോലെ ഒരുപാട് കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ട്. ബാലറ്റ് പേപ്പറിൽ ആകെ 132 കാൻഡിഡേറ്റ്സ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് അറിയാവുന്നവർ 5 പേരേ ഉള്ളൂ. അർണോൾഡിനെ കൂടാതെ കാലിഫോർണിയ ലഫ്റ്റനന്റ് ഗവർണർ ക്രൂസ് ബുസ്റ്റമാൻറ്റ് എന്ന വ്യക്തി. നമ്മുടെ ഇന്ത്യ പോലല്ല, അവിടെ ഓരോ സ്റ്റേറ്റിലും ഗവർണർക്ക് കീഴിൽ ലഫ്റ്റനന്റ് ഗവർണർ എന്നൊരു പോസ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മാത്രമാണ് അത്തരം ഒരു പോസ്റ്റ് ഉള്ളത്. ടോം മെക്ലിൻടോക്ക് എന്ന ഒരു റിപ്പബ്ലിക്കൻ നേതാവ്, അരിയാന എന്നൊരു TV സ്റ്റാർ, ഇത്രയും ആൾക്കാരായിരുന്നു പ്രധാനമായിട്ടും ജനങ്ങൾക്കറിയാവുന്ന ആൾക്കാർ. ആദ്യത്തെ അഭിപ്രായ വോട്ടെടുപ്പ് സർവേ കഴിഞ്ഞതോടെ അതിൽ അർണോൾഡ് 2ാം സ്ഥാനത്തെത്തി. ബുസ്റ്റേൻറ്റ് 32% വോട്ടും അർണോൾഡ് 28% വോട്ടും മെക്ലിൻടോക്ക് 18% വോട്ടുമാണ് ആദ്യത്തെ അഭിപ്രായ സർവേയിൽ കിട്ടിയത്. ഈ അഭിപ്രായ സർവേയിൽ ടോപ്പായ ആൾക്കാരെ വെച്ച് ഒരു ഓപ്പൺ ഡിബേറ്റ് അവിടെ നടക്കാനുള്ള തീരുമാനമായി. ഇതിനിടയിൽ മെറിയയുടെ അങ്കിൾ ടെഡി കെന്നഡി അർണോൾഡിനെ സന്ദർശിച്ചു. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വളരെ സീനിയറാണ്. അദ്ദേഹം അർണോൾഡിന് കൊടുത്തൊരു ഉപദേശമുണ്ട്, എല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് എങ്ങനെ എന്നിപ്പോൾ വെളിപ്പെടുത്തരുത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞില്ലേ, അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു തന്ത്രം. ഓപ്പൺ ഡിബേറ്റ് ആരംഭിച്ചു. അപ്പോൾ അതിൽ രാഷ്ട്രീയത്തിൽ ഒട്ടും പരിചയസമ്പത്തില്ലാത്ത ആളാണ് അർണോൾഡ്. ബുസ്റ്റമാൻറ്റ് ആണെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സ്ലോഗൻ തന്നെ ഇതാണ്, റീകോൾ പാടില്ല, അഥവാ റീകോൾ ചെയ്യണമെങ്കിൽ പരിചയസമ്പന്നനായ ഞാനായിരിക്കണം അടുത്ത ഗവർണർ. ഓപ്പൺ ഡിബേറ്റിൽ പക്ഷേ അദ്ദേഹം പലപ്പോഴും അർണോൾഡ്, താങ്കൾക്കൊരു പക്ഷേ അറിയില്ലായിരിക്കും, ഇതെന്താന്ന് വെച്ചാൽ പല ചർച്ചകളുടെയും തുടക്കം വിടുന്നത് അങ്ങനെയാണ്. അത് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാവർക്കും ഇടയിൽ ബുസ്റ്റമാൻറ്റിനെതിരെ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അയാളെല്ലാം അറിയുന്ന ഒരാൾ, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിലുള്ള ഒരു സംസാരം ഒരു നെഗറ്റീവ് ഇഫക്റ്റാണ് അവിടെ ഉണ്ടാക്കിയത്. കൂടാതെ അരിയാന അർണോൾഡിനെ കുറിച്ച് മറ്റു ചില ആരോപണങ്ങളാണ് പറയുന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന വ്യക്തി. സിനിമയിലാണ്, ശരിക്കുള്ള ജീവിതത്തിലല്ല. സിനിമയിൽ പലപ്പോഴും അത്തരം കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. ഏതായാലും അർണോൾഡ് വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു. ഈ കാലിഫോർണിയ സ്റ്റേറ്റ് എങ്ങനെ ഇതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകണം എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ അഭിനയിച്ച ചില കഥാപാത്രങ്ങളാണ്, അല്ലാതെ ഞാനല്ല. ഞാൻ വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അതും കഥാപാത്രങ്ങളാണ്. ഒരിക്കലും ഞാൻ അത്തരം ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, വയലൻസിനെതിരെ ഞാൻ പല കാര്യങ്ങളും ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള പല ചർച്ചകളും അവിടെ നടന്നു. അടുത്ത അഭിപ്രായ വോട്ടെടുപ്പിൽ അർണോൾഡ് ബുസ്റ്റാൻറ്റിനെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തി. ഇതിനിടയിൽ മറ്റു ചില പ്രചാരണ രീതികളും അർണോൾഡ് ആരംഭിച്ചിരുന്നു.
പ്രധാനമായും സ്വന്തമായിട്ടൊരു ജെറ്റ് പ്ലെയിൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാലിഫോർണിയ സ്റ്റേറ്റിൽ എവിടെ വേണമെങ്കിലും പെട്ടെന്ന് എത്തി അവിടെ പ്രചാരണങ്ങളിൽ പങ്കെടുക്കാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒപ്പം ഈ പ്രചാരത്തിന്റെ ഭാഗമായിട്ട് ചില വലിയ ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ അതിൻ്റെ സൈഡിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പല സ്ലോഗൻസും എഴുതി വയ്ക്കും. അത് പലപ്പോഴും അദ്ദേഹം തന്നെ ഓടിക്കും, ബാക്കിയുള്ളവരെ കൊണ്ട് പറ്റില്ലല്ലോ. മിലിറ്ററിയിൽ ഡ്രൈവിംഗ് ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ബാക്കിയുള്ളവർ. അങ്ങനെ ജനങ്ങൾക്കിടയിൽ സപ്പോർട്ട് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 2 മാസമാണ് ഇലക്ഷൻ പ്രചാരണത്തിന് ആകെ കിട്ടിയത്. ആ 2 മാസം കഴിയുമ്പോൾ വരുന്ന അഭിപ്രായ വോട്ടെടുപ്പിലെല്ലാം പിന്നെ അർണോൾഡാണ് ഒന്നാമതായിട്ട് പോകുന്നത്. ഒപ്പം ചില സൂചനകളും അദ്ദേഹം കൊടുത്തു സ്റ്റേറ്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായിട്ട്. അതായത് ഗ്രേ ഡേവിസ് ഏറ്റവും അവസാനമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കാറുകളുടെ ടാക്സ് വർദ്ധിപ്പിക്കുക. കാറുകളുടെ ടാക്സ് വർദ്ധിപ്പിച്ച സംഭവിക്കാൻ പോകുന്നത് വലിയ കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നവൻ കുറച്ചുകൂടി വില കുറഞ്ഞ കാർ വാങ്ങിക്കും. ഒരു ഇടത്തരം കാർ ഉപയോഗിക്കുന്നവൻ ഏറ്റവും ചെറിയ കാർ വാങ്ങിക്കും. അപ്പോൾ ഇതുകൊണ്ടൊന്നും ശരിക്കുള്ള വരുമാനം കൂടാൻ പോകുന്നില്ല. പക്ഷേ ഈ അമേരിക്കയിലെ കാലിഫോർണിയയിലും അതേപോലെ മറ്റ് പല സ്റ്റേറ്റുകളിലും വളരെയധികം വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്, കാസിനോസ്. ഈ കാസിനോ പ്രധാനമായും നടത്തുന്നത് അവിടുത്തെ റെഡ് ഇന്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ പീപ്പിളാണ്. അതുകൊണ്ട് തന്നെ അവരെ തൊടാൻ ആർക്കും ധൈര്യമില്ല. പക്ഷെ അർണോൾഡ് വ്യക്തമായിട്ട് പറഞ്ഞു അത്തരം കാസിനോകൾക്കെല്ലാം ടാക്സ് ചെയ്യാൻ ഏർപ്പെടുത്തും. കാർ വാങ്ങിക്കുന്നവൻ ചെറിയ കാർ വാങ്ങിക്കുന്ന പോലല്ല. കാസിനോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വളരെയധികം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. മാത്രമല്ല തന്നെ ഇപ്പോൾ ടാക്സ് ഏർപ്പെടുത്തിയെന്നും പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്കിടയിൽ ഒരു നല്ല പോസിറ്റീവ് മെൻറ്റാലിറ്റി അർണോൾഡിനെ കുറിച്ചുണ്ടാക്കി. കാരണം അതുവരെ ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അത്. പിന്നീട് അദ്ദേഹത്തിനെതിരെ വന്ന മറ്റൊരു ആരോപണം പഴയ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ നിലപാട് തന്നെ. നാസി ബന്ധം. അച്ഛൻ നാസിയായിരുന്നു. അർണോൾഡിനും ഉള്ളിൻ്റെ ഉള്ളിൽ ഹിറ്റ്ലറോട് ആരാധനയാണ് തുടങ്ങിയ രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ വന്നു. അത് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് തന്നെ നേരിട്ടു. സൈമൺ വീസന്താൽ പണ്ട് വിയന്നയിൽ നിന്ന് അയച്ച ലെറ്റർ അവിടെ കോർട്ട് ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. അതും ആ പത്രമായിട്ട് നടന്ന സെറ്റിൽമെൻറ്റിൻ്റെ റെക്കോർഡ്സും എല്ലാം അദ്ദേഹം പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തു. അതോടെ ആ വാദമുഖം പൊളിഞ്ഞു. മെറിയയും വളരെ ശക്തമായി തന്നെ പ്രചാരണത്തിൽ പങ്കെടുത്തു. അവർ പല വനിതാ സംഘടനകളുടെയും മീറ്റിങ്ങുകളിൽ അർണോൾഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു, അർണോൾഡിനെ കുറിച്ച് 5 സെക്കൻഡ് പരിചയപ്പെട്ടവരായിരിക്കും പലപ്പോഴും അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ഒരിക്കൽ കണ്ടു എന്നുള്ള നിലയ്ക്കായിരിക്കും പലരും അഭിപ്രായം പറയുന്നത്. അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് നേരിട്ടറിയാവുന്ന ഞാൻ പറയുന്നതാണോ അതാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും അടുത്ത ഓപ്പൺ ഡിബേറ്റ് ആകുമ്പോഴേക്കും കഥയാകെ മാറി. ഹരിയാനയൊക്കെ ആണെങ്കിൽ തീരെ ജനസമ്മതിയില്ല. 5% താഴെയാണ് വോട്ട്, തോൽക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഒരു പെട്ടെന്ന് വയലൻ്റ് ആവുന്ന രീതിയിൽ പലപ്പോഴും ഓപ്പൺ ഡിബേറ്റിൽ സംസാരിക്കും. അതിന് അർണോൾഡ് വളരെ രസകരമായിട്ടൊരു മറുപടി കൊടുത്തു. ഹരിയാന ടെർമിനേറ്റർ 4 ലേഡി ടെർമിനേറ്ററായിട്ട് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. അതവിടെ സദസ്സിൽ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഹരിയാന അങ്ങനെ പിന്നെ അധികമൊന്നും മിണ്ടാതായി. ആ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ അർണോൾഡിനെതിരെ മറ്റൊരു ആരോപണമായിട്ട് വീണ്ടും പലരും രംഗത്ത് വന്നു. അർണോൾഡ് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. സ്റ്റെറോയിഡ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അത് അർണോൾഡിന് ഒന്നുകൂടി പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ തുടക്കകാലത്ത് സ്റ്റെറോയിഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് നിർത്തി. അതിനുശേഷം ഞാൻ സ്റ്റെറോയിഡ്സിനെതിരെ പ്രചാരണം നടത്തുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ സ്റ്റെറോയിഡ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല സ്റ്റെറോയിഡ്സ് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതുപോലെ നിർത്തുകയും ചെയ്തു. അധികകാലം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ജനങ്ങൾക്കിടയിൽ അത് അർണോൾഡിൻ്റെ സത്യസന്ധതയെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയായിട്ട് മാറി. അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രചാരം നേടിയ ഒരു ഗവർണർ ഇലക്ഷനായി മാറി 2003 ഗവർണർ ഇലക്ഷൻ.
പ്രധാനപ്പെട്ട കാര്യം അർണോൾഡിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ. കാരണം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവരെല്ലാം അമേരിക്കയ്ക്കകത്ത് മാത്രം അറിയപ്പെടുന്ന ആൾക്കാരാണ്. ആദ്യത്തേന് ശേഷം നടന്ന ഓപ്പൺ ഡിബേറ്റുകളിലെല്ലാം അമേരിക്കയിലെ പ്രധാനപ്പെട്ട TV കമ്പനികൾ കൂടാതെ ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള TV കമ്പനികളുടെ കവറേജ് വരികയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനായി അത് മാറി. മറ്റൊരു രസകരമായ വാദം അത് ഈ ഇന്ത്യൻ കാസിനോകളുടെ ആൾക്കാരുടെ ബിനാമികളുടെ പ്രചാരണമാണ്. പുതിയ ടാക്സ് ഏർപ്പെടുത്തുകയല്ല വേണ്ടത്, നിലവിലുള്ള ടാക്സ് ലൂപ്പ് ഹോൾസ് അടക്കിയാണ് വേണ്ടത്. അതിന് അർണോൾഡ് കൊടുത്ത മറുപടി അതിലും രസകരമായിരുന്നു. ഈ പറയുന്നവർ ഉണ്ടാക്കിയിരിക്കുന്ന ലൂപ്പ് ഹോളിൽ കൂടെ എനിക്ക് എൻ്റെ ഹമ്മർ ഓടിച്ചുകൊണ്ട് പോവാം. അത്രയ്ക്കും വലിയ ഓരോ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രചാരണവും കൃത്യമായ മറുപടിയോടെ അർണോൾഡ് നേരിട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി ഓരോ ദിവസം കഴിയും തോറും കൂടി വന്നു. അവസാനം ഇലക്ഷൻ ഡേറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു, പ്രചാരണത്തിൻ്റെ ടെൻഷനെല്ലാം അവസാനിച്ചു. അന്ന് വൈകുന്നേരം ഫ്രണ്ട്സുമൊക്കെ ആയിട്ടൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. പാർട്ടിക്ക് പോകാൻ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് CNN TV-യിൽ അറിയിപ്പ് വരുന്നത്, കാലിഫോർണിയയുടെ അടുത്ത ഗവർണർ അർണോൾഡ് ഷ്വാസ്നഗർ. ഇലക്ഷൻ വിജയമൊക്കെ ഉറപ്പായിരുന്നെങ്കിലും അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ടൊരു കരച്ചിലാണ് അർണോൾഡിനും മെറിയയ്ക്കും ഉണ്ടായത്. അങ്ങനെ കുറച്ചു നേരം ഒരു സന്തോഷം കരഞ്ഞു തീർത്തു. പക്ഷെ മക്കൾ കാണാതെ പ്രത്യേകം ശ്രദ്ധിച്ചു. അടുത്ത ദിവസം ഔദ്യോഗികമായിട്ട് ഫലപ്രഖ്യാപനം വന്നു. അർണോൾഡ് ഷ്വാസ്നഗർ കാലിഫോർണിയയുടെ അടുത്ത ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.